ഇവിടുത്തെ ഗവർണറുടെ ഭാര്യയുടെ പൂച്ചേനെ കൊന്നതിൻ്റെ പേരിൽ പട്ടീനെ വരെയും തടവിലാക്കിയിട്ടുള്ള ഒരു ജയിലാണ്. വളരെ നിശബ്ദവും പേടിപ്പെടുത്തുന്നതുമായ ഒരു അന്തരീക്ഷം ഉണ്ടോ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. നമ്മളിന്ന് പോകാൻ പോകുന്നത് ഫിലഡൽഫിയയിലുള്ള ഒരു ജയില് കാണാനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ. വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് സമയം കളയണ്ട, വേഗം തന്നെ പോകാം. കാരണം വെച്ചാൽ ഫിലഡൽഫിയ വരെ എത്തണ്ടേ. ഇവിടുന്ന് ഒരു 2 മണിക്കൂർ ഉണ്ടെന്ന് തോന്നണേ. അപ്പോൾ ഈ സ്ഥലം ടൗണിലാണോ അതോ ടൗണിന് പുറത്താണോ ഒന്നും അറിയാൻ പാടില്ല. നമുക്ക് പതുക്കെ പതുക്കെ പോകാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഫിലഡൽഫിയ ടൗണിനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ജയിൽ സ്ഥിതി ചെയ്യുന്നത്. നമ്മളപ്പോൾ ആ ജയിലിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ എത്താറായപ്പോഴത്തേനും അത്യാവശ്യം ഇങ്ങനെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. 2 സൈഡിലും ഇങ്ങനെ വണ്ടികളൊക്കെ ഇട്ടിട്ടേ ഒരു വണ്ടിക്ക് പോലും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒന്നുമില്ല. പിന്നെ ആ നേരെ മുമ്പിൽ കാണുന്ന ആ ബസ് കണ്ടില്ലേ, അത് ഫിലഡൽഫിയയിലെ സിറ്റി ടൂറ് നടത്തണ ബസ്സാണ് കേട്ടോ. നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്, 1-2 കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷേ എങ്കിൽ സിറ്റി ടൂറൊന്നും പോയിട്ടില്ല. അതൊക്കെ ഇനി വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിലൊക്കെ നമുക്ക് പോകാം. അങ്ങനെ നമ്മളിപ്പോൾ ആ ജയിലിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കേട്ടോ ജയിൽ. ആ പടുകൂറ്റൻ ബിൽഡിങ് കണ്ടില്ലേ, അതാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടായിരുന്നു. ഇത് കണ്ടില്ലേ, 2 സൈഡും ഫുള്ള് നിറഞ്ഞ് കാറുകൾ കിടക്കണേണ്. നമ്മൾ കുറേയൊക്കെ ചുറ്റിക്ക് ഇറങ്ങിയായിരുന്നു കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്, വല്ല സ്പേസ് ഉണ്ടോ എന്നൊക്കെ. ഇവിടെ പിന്നെ ഏത് സ്ഥലത്ത് നിന്നാലും ഇവിടെ തന്നെ എല്ലായിടത്തും വണ്ടി പാർക്കിങ് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെ അതിനോട് ചേർന്ന് തന്നെ ഒരു ഗ്രൗണ്ടിൽ ഇടാനുള്ള സ്പേസ് കിട്ടി. വണ്ടിയൊക്കെ ഇട്ട് അതിന് ശേഷം നമ്മളിപ്പോൾ അങ്ങോട്ട് നടക്കണേണ്. ഈ കാണുന്നതാണ് ജയിൽ. ഇതിൻ്റെ പേരാണ് ഈസ്റ്റേൺ സ്റ്റേറ്റ് പെനിറ്റൻറ്ററി. വലിയ പടുകൂട്ടം ബിൽഡിങ്ങാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല തിരക്കുണ്ടായിരുന്നേ നമ്മൾ ആ ഭാഗത്തേക്ക് ചെന്നപ്പോഴത്തേനും. അപ്പോൾ ഈ ജയിലിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ കണ്ടില്ല. അപ്പോൾ ഇതൊക്കെ ഓരോരോ റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. നല്ല തിരക്കുകൾ ഉണ്ടായിരുന്നേ അവിടെയൊക്കെ കാണാൻ. നമ്മളങ്ങനെ ഇതിൻ്റെ അകത്ത് കയറി ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട്. അപ്പോൾ ഇവിടെ കുഞ്ഞു കുഞ്ഞ് ഇങ്ങനെ ഡോറുകളൊക്കെ കാണാം. ഇതൊക്കെ എനിക്ക് തോന്നണം അവരുടെ എന്തോ സെക്യൂരിറ്റി റൂമുകളൊക്കെയാണ് കേട്ടോ. ഇത് മെയിൻ ഡോർ ഇത് കണ്ടില്ലേ, വലിയ പടുകൂറ്റൻ ഇരുമ്പിൻ്റെ ഒരു ഗേറ്റാണ് കേട്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എന്താ അല്ലേ, നമ്മളങ്ങനെ ഇവിടെ ടിക്കറ്റൊക്കെ എടുത്ത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഓരോ റേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്ന്. അപ്പോൾ നമ്മളങ്ങനെ അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിച്ചത് ഇത് കണ്ടില്ല, ഇങ്ങനെ കുറേ ബുക്കുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഏത് സ്ഥലത്ത് എന്നാലും അങ്ങനെയാണ്ടോ, കുറേ ഇങ്ങനെ ഗൈഡുകൾ, ട്രാവൽ ഗൈഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതുമാത്രത്തെ ഒരു ഇടനാഴിയിലൂടെയാണോ നമ്മൾ ഫസ്റ്റ് തന്നെ ഇതിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ജയിൽ പോലെ ഇങ്ങനെ അഴികളൊക്കെ ഉള്ള ഡോറുകളൊക്കെ ഗ്രില്ല് ഇങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും കാണില്ല കേട്ടോ അതിൻ്റെ അകത്ത്, ഫുൾ ഇരുട്ടായിരുന്നേ. അങ്ങനത്തെ കുറേ റൂമുകളൊക്കെ നമുക്കിവിടെ കണ്ടു. അതിന് ശേഷം നമ്മളിതേ ഇപ്പോൾ ഒരു മെയിനായിട്ടുള്ളൊരു എൻട്രൻസിലേക്കാണ് ഇപ്പോൾ വന്നേക്കുന്നത്. ഇവിടെ ചെറിയൊരു റിസപ്ഷൻ പോലെയാണ് കേട്ടോ, വലിയൊരു റൂം. അപ്പോൾ ഇവിടെ ഇങ്ങനെ എന്തൊക്കെയോ കുറേ സംഗതികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഡ്രിങ്ക്സും കാര്യങ്ങൾ, കൊട, അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ജയിലിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഗൈഡ് അതിന് പകരമായിട്ട് ഇങ്ങനെ നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്ത കുറേ ടേപ്പുകളൊക്കെ കിട്ടും. അതാണ് കേട്ടോ ഈ മാല പോലെ കഴുത്തേലിടണത്. എന്നിട്ട് ആ കാണുന്ന ഹെഡ്ഫോൺ നമുക്ക് ചെവിയിൽ വെച്ചിട്ട് നമുക്ക് കേൾക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ സ്റ്റോറി ഫുൾ നമുക്ക് അറിയാൻ പറ്റണത്. അപ്പോൾ എല്ലാവരും അതൊക്കെ കഴുത്തേൽ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല കേട്ടോ, എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിള്ളേരൊക്കെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ സീറ്റ് അറേഞ്ച്മെൻറ്റ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നണം അവരുടെ ഈ പണ്ടത്തെ ഇവിടുത്തെ കുറേ പോലീസുകാരെയും അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ കുറേ ഫോട്ടോസുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നത്.
പിന്നെ നമ്മുടെ ആ ടേപ്പിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ അവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് അത് ചെയ്യുക, അപ്പോൾ ഓരോ ഇങ്ങനെ കാര്യങ്ങളൊക്കെ അതിൽ ഇങ്ങനെ പറയും കേട്ടോ. അപ്പോൾ അതിൽ നമ്പർ അനുസരിച്ച് നമുക്കത് ഇങ്ങനെ ഞെക്കിയാൽ മതി. അപ്പോൾ അത് അതിലിങ്ങനെ പറഞ്ഞു തരും ഓരോ കഥകളായിട്ട്. അപ്പോൾ ഇതേ കാണാനാണ് ഈ ബിൽഡിങ്. ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒരുപാട് ബ്ലോക്കുകളുണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോ ജയിലിൻ്റെ സെല്ലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന് ചുറ്റുമുള്ള മതിലെന്ന് പറഞ്ഞാൽ 30 അടി ഹൈറ്റുള്ള ഒരു മതിലാണ് ഈ ജയിലിന് ചുറ്റിനുള്ളത്. നമ്മളങ്ങനെ ഈ ജയിലിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ എല്ലാ റൂമുകളും നമ്മൾ ആദ്യം കണ്ടൊക്കെ ഇത് കണ്ടില്ല, എല്ലാം ഇങ്ങനെ അടച്ചിങ്ങനെ കിട്ടിയേക്കുണ്ട്. ഇങ്ങനെ മരത്തിൻ്റെ വാതിൽ വെച്ചിട്ട് ഇത് ഫസ്റ്റത്തെ ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഈ ബ്ലോക്കിൽ എന്താണെന്ന് അറിയില്ല, എല്ലാം ഇങ്ങനെ ഡോറുകൾ ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഇട്ടേക്കാണ്. പിന്നെ മാത്രമല്ല കേട്ടോ, ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ആകെ ശോചനീയാവസ്ഥയുണ്ടാ. ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള ഒരു ജയിലാണേ, ഒരുപാട് വർഷങ്ങൾ പഴക്കമുണ്ട്. അപ്പോൾ അതിപ്പോൾ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നു കൊടുത്തേക്കണതാണ്. പിന്നെ മുമ്പൊക്കെ ഇത് ഒരുപാട് തവണ ഇതിങ്ങനെ അടഞ്ഞു കിടക്കായിരുന്നു ഉപയോഗശൂന്യമില്ലാതെ. അപ്പോൾ അതിങ്ങനെ നശിഞ്ഞൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് അത് ടൂറിസ്റ്റുകൾക്ക് തുറന്നു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ അവർ എന്താ പറയുക, അത് പുതുക്കി പണിയാനൊന്നും ശ്രമിക്കണമൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും അതങ്ങനെ തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണേണ്. അതാണ് നമുക്കിപ്പോൾ കാണാൻ സാധിച്ചത്. ചില റൂമുകളൊക്കെ ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ഇതിൻ്റെ അകമൊന്നും അത്ര ക്ലിയർ ആയിരുന്നില്ല കേട്ടോ. അത് കണ്ടില്ലേ, ഫുൾ ഇരുട്ടാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് കേട്ടോ നമുക്ക് റൂമുകളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ കുറേ ഫോട്ടോസുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓരോന്നിനും ഓരോ കഥ പറയാനുണ്ട് ആ ഓഡിയോയിൽ. കേട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാം ക്ലിയറായിട്ട് മനസ്സിലാവും. ഇതിങ്ങനെ ഓരോ ഇത് കണ്ടില്ല, ഇതൊക്കെ ഓരോ ഈ ജയിലിൻ്റെ ഓരോ റൂമുകളൊക്കെ അവരിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ. അത് ഇങ്ങനെ കണ്ടില്ലേ, നല്ല രസമുണ്ട്. അതിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം കാണാൻ. പണ്ടുള്ള ഓരോ കുറ്റവാളികളും ഇവിടെയൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നതിൻ്റെയൊക്കെ ഓരോ തെളിവുകളും ഒക്കെ മാതൃകകളൊക്കെയാണ് ഇവരിങ്ങനെ കാണിച്ചേക്കണത്. എന്തായാലും ഭയങ്കര ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു ജയിലിൽ വന്ന് ഇതൊക്കെ ഒന്ന് കാണാനും ഒക്കെ അല്ലേ, ഇങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നു കൊടുത്തേക്കണം. കാരണം നമുക്കിതൊക്കെ കാണാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ കുറ്റവാളികളെയൊക്കെ ഇങ്ങനെ തലയൊക്കെ മൂടിയാണ് കേട്ടോ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അതായത് ഒരു കുറ്റവാളികളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ മുഖം കാണരുത്, അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇവർ കുറ്റവാളികളെ റൂമിൽ അടച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഒരു റൂം നമ്മൾക്ക് ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ഇത് മാത്രത്തെ ഒരു കട്ടിൽ, അതുപോലെ തന്നെ അവിടെ ഒരു കുഞ്ഞു മേശ, എല്ലാം അതിൽ തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു റൂം, ഒരു വാതിൽ കണ്ടില്ലേ പുറത്തേക്ക്, അത് അവർക്ക് ഇങ്ങനെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു വാതിലാണ് ആ പുറത്തേക്കുള്ളത്. മാത്രമല്ല ഇവരുടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വാതിൽ കണ്ടില്ലേ, ഇതിങ്ങനെ ഒരാൾക്ക് ഇടുങ്ങി കയറാൻ പറ്റണ അത്രയും വലുപ്പത്തിലായിരുന്നു അത് മുമ്പൊക്കെ ഉണ്ടായിരുന്നത്. പിന്നീട് കാലക്രമേണ അവരത് ഡോറിന് വീതി കൂട്ടിയതാണെന്നാണ് കേട്ടോ നമുക്കറിയാൻ കഴിഞ്ഞത്. കാരണം വെച്ചാൽ ഭക്ഷണം അകത്തേക്ക് കൊടുക്കുക അത്ര മാത്രമേ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളെ പുറത്തേക്ക് ഇങ്ങനെ ഇറക്കണ പരിപാടിയൊന്നുമില്ല. റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കണം ഫുൾ ടൈം അങ്ങനെ. ഇത് മാത്രത്തെ ഒരു കട്ടിലായിരുന്നു. അതിൻ്റെ ഒരു റൂമിൽ നമുക്ക് കടക്കാൻ പറ്റി. പിന്നെ അത് ഇത് കണ്ടില്ല, ഇതാണ് ബാത്റൂമും കാര്യങ്ങളൊക്കെ, പൈപ്പ് എല്ലാം ഈ ഒരു റൂമിൽ തന്നെയാണ് കേട്ടോ. റൂമിൽ നിന്ന് ഇറങ്ങാനേ പറ്റൂല. ഈ ഡോറ് ഇങ്ങനെ തലയൊക്കെ മുട്ടണ രീതിയിൽ ഒരാൾക്ക് ഇടുങ്ങി കടക്കാൻ പറ്റുന്ന ഒരു ഡോറായിരുന്നു. എന്നിട്ട് അതിലേക്ക് ഫുഡ് മാത്രം നമുക്ക് ഇങ്ങനെ തരും. അങ്ങനെ ആ റൂമിൽ തന്നെ നമ്മൾ ഫുൾ ടൈം ഇരിക്കണം. പിന്നെ ഇതിൻ്റെ റൂമിനോട് ചേർന്ന് ഇത് കണ്ടില്ലേ, ഇവിടെ പണ്ടൊരു ഡോറുണ്ടായിരുന്നു. അതായത് നമുക്ക് ആ റൂമിൽ നിന്ന് ഇറങ്ങി അവിടെ ഒരു ചെറിയൊരു സ്പേസ് ഉണ്ട്, നമുക്ക് ഇടയ്ക്കൊന്ന് എക്സസൈസ് ചെയ്യാനാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിത രീതികൾ. കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ അവരുടെ കാര്യങ്ങൾ. ഇവരെ കുറ്റവാളികളെ ഓരോ രീതിയിൽ ഇങ്ങനെ സെല്ലിൽ അടച്ചേക്കണതും അവരുടെ കഥകളും ഒക്കെ പറയാനാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തണമൊന്നുമില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ നമ്മളിങ്ങനെ കുറേ നടന്നിട്ട് എല്ലാ ഡോറും ഇങ്ങനെ ചിലതൊക്കെ ഇങ്ങനെ ഓപ്പണാണ്, ചിലതൊക്കെ ക്ലോസ്ഡ് ആണ്, ചിലതൊന്നും ഇങ്ങനെ ആകെ കച്ചറയായിട്ടൊക്കെ ഇങ്ങനെ കിടക്കണേണ്ട, ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാത്ത മാതിരി. കാരണം അതിങ്ങനെ ആകെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം, ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാനോ ഒന്നും പറ്റൂല. മതിലുകളൊക്കെ കണ്ടില്ലേ ആകെ പൊളിഞ്ഞ്. ഇതിങ്ങനെ പണ്ടത്തെ കല്ലും മണ്ണും ചുണ്ണാമ്പും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറാണ്. അതാണ് കേട്ടോ അതിങ്ങനെ ഇതായി നിൽക്കണത്. അതിനിപ്പോൾ എന്തായാലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഇതൊക്കെ ഇങ്ങനെ തുണികളൊക്കെ അടുക്കി വെക്കണ ഒരു റൂമാണ് കേട്ടോ. അങ്ങനെ ഓരോന്നിനും ഓരോരോ ഇടുങ്ങിയ റൂമുകളാണ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ ആകെ പൊളിഞ്ഞ് എന്തോ മാതിരിയല്ലേ.
ഇതൊക്കെ നമുക്ക് ഒറ്റക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തൊക്കെ വരും. ഈ ഭാഗത്ത് തന്നെയല്ല ഈ ജയിലിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഫുൾ നിശബ്ദതയാണ്. ഭയങ്കര നിശബ്ദതയാണ്. ഒരു സൗണ്ടാ ഒന്നും കേൾക്കാനില്ല. ഭയങ്കര ഒരു ദുരൂഹത പോലെ നമുക്കിവിടെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഒരുപാട് ആളുകളൊക്കെ ഇത് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമോ എന്ന് എനിക്കറിയില്ല. ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് പഴയകാല ചരിത്രങ്ങളൊക്കെ കാണാനും കേൾക്കാനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു വീഡിയോ ചിലപ്പോൾ ഇഷ്ടമാവുമായിരിക്കും. അല്ലാത്തവർക്ക് ചിലപ്പോൾ ഇതൊക്കെ വലിയ ബോറായിട്ടൊക്കെ തോന്നും കേട്ടോ. ഇതെന്ത് കാണാനാണ്, ഇതിലെന്തിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം കാഴ്ചകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇവിടെ ഒരുപാട് ബ്ലോക്കുകളുണ്ട് ഈ ഒരു സെക്ഷനിൽ. 1, 2, 3, 4, 5, 6, 7, 8, 9 അങ്ങനെ 9 ബ്ലോക്കുകളാണ് ഈ ഒരു റൗണ്ടിലുള്ളത്. അപ്പോൾ ഇത് ഈ സെല്ലിൻ്റെയൊക്കെ ആ ഒരു എല്ലാ ബ്ലോക്കുകളും കൂടിയിട്ടുള്ള ഒരു മാതൃക അവിടെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറിയൊരു മാപ്പ് പോലെ കേട്ടോ. അപ്പോൾ ഈ ഓരോ ബ്ലോക്കുകളും നമുക്ക് കയറി കാണാം. അതിൽ ഫസ്റ്റത്തെ ബ്ലോക്കിലൂടെയാണ് നമ്മളിപ്പോൾ കണ്ടു വന്നിട്ടുള്ളത്. അത് കണ്ടില്ലേ, ഈ വഴിയിലാണ് നമ്മൾ വന്നത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീകളുടെ ബ്ലോക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതേ നമുക്ക് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ കാണാം. ഇത് കണ്ടില്ലേ, ഇങ്ങനെ 3 ബ്ലോക്കുകൾ കണ്ട, 3 വഴി കണ്ടില്ലേ. അപ്പോൾ എല്ലാം ഒരേപോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. റൂമുകളൊക്കെ നമ്മളിപ്പോൾ നേരത്തെ കണ്ടില്ലേ, അതേപോലെ തന്നെ കുഞ്ഞിടുങ്ങിയ ഒരു റൂമിൽ ഒരാളെയാണ് അവർ കിടത്തുള്ളൂ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കൂല. അങ്ങനെ അഥവാ പുറത്തേക്ക് ഇറക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവർ മുഖം മൂടി തലയൊക്കെ ഇങ്ങനെ മറച്ചിട്ടാണ് അവർ പുറത്തേക്ക് ഇറക്കുള്ളൂ. ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും നമ്മുടെ ആ ഒരു ശിക്ഷ കാലാവധി കഴിയണവരെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പോഴും പെൻസിൽവാനിയയിൽ പല ഭാഗങ്ങളിലായിട്ട് കുറ്റവാളികളിൽ ചിലരെല്ലാം ജീവിച്ചിരിപ്പുണ്ടെന്നൊക്കെയാണ് കേട്ടോ ആ ഓഡിയോയിൽ നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ കുറേ നേരമൊക്കെ ഇതിലൂടെയൊക്കെ നടന്ന് പിന്നെ ഇത് കണ്ടില്ലേ, രണ്ടാമത്തെ ബ്ലോക്കൊക്കെ സെയിം തന്നെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു വെറൈറ്റി ഒന്നും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാ റൂമുകളും സെയിം തന്നെയാണ്. അങ്ങനെ നമ്മളിതിപ്പോൾ 7ാമത്തെ സെല്ലിലേക്ക് കടന്നിട്ടുണ്ട്. സെല്ലല്ലാട്ടോ, ബ്ലോക്കിലേക്ക് കിടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 നിലയായിട്ടാണ് ഇവിടെ തിരിച്ചേക്കണത്. സ്റ്റെപ്പൊക്കെ കയറി പോകായിരുന്നു മുമ്പൊക്കെ. ഇപ്പോൾ അവർ ക്ലോസ് ചെയ്തേക്കണം. കാരണം വെച്ചാൽ ആകെ ഒരു ഇതാണ്, ശോചനീയാവസ്ഥയാണ്. എങ്ങാലും ഇടിഞ്ഞൊളിഞ്ഞ് വീണാല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ സ്റ്റെപ്പുകളും എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത് ക്ലോസ് ചെയ്ത് വച്ചേക്കാണ്. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറാനുള്ള അവസരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്കൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മുമ്പത്തെയൊക്കെ ഇവരുടെയൊക്കെ കുറ്റവാളികൾ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്. പിന്നീട് കാലക്രമേണ ഇവരുടെ ആ ഒരു രീതിയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. റൂമിൽ നിന്നൊക്കെ പുറത്തിറക്കാനും അതുപോലെ തന്നെ ഇവരെ പല ഈ ഗെയിമുകളിലും, അതായത് ബേസ്ബോൾ കാര്യങ്ങൾ, അങ്ങനെ പല പല ഗെയിമുകളിലൊക്കെ ഇവരെ അതിലേക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യിപ്പിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലോക്കൊക്കെ ആകെ ഒരു തകർന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഫുൾ ക്ലോസ്ഡ് ആണ്. നമുക്ക് അങ്ങോട്ട് കടക്കാനൊന്നും പറ്റൂല. മൊത്തത്തിൽ കാണുമ്പോൾ തന്നെ ഒരു പേടിപ്പെടുത്തുന്ന ഒരു രൂപം ഉണ്ടോ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, ഇത് 5ാമത്തെ ബ്ലോക്കാണ്. ഇതും അതുപോലെ തന്നെ ആ ഒരു പൊട്ടിപ്പൊളിഞ്ഞൊരവസ്ഥയിലാണ്. സ്റ്റെയറൊക്കെ കണ്ടില്ലേ, അതുപോലെ ആ റൂമുകളും കാര്യങ്ങളും എല്ലാം ഭിത്തിയൊക്കെ ഒരു തകർന്നടിഞ്ഞ രൂപത്തിലാണ് കേട്ടോ ഇത് കിടക്കണത്. അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റൂല. കാരണം വെച്ചാൽ ആകെ അത് ഇടിഞ്ഞു വീഴാറായ ഒരു രീതിയിലാണ് നിൽക്കണത്. അപ്പോൾ അതിനിപ്പോൾ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യില്ലായിരിക്കും. അതിപ്പോൾ അതുപോലെ തന്നെ അവരിട്ടേക്കണേണ്. നമ്മളിപ്പോൾ വേറൊരു ബ്ലോക്കിലേക്ക് വന്നേക്കാണ്. ഇവിടെ ബ്ലോക്കുകളെല്ലാം തന്നെ ഒരേപോലെ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും കാണിക്കാനില്ല കേട്ടോ. പിള്ളേർക്കൊക്കെ ഒരുവിധം ബോറടിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് മെയിനായിട്ട് കാണാനുള്ള കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. നമ്മളത് നോക്കി കണ്ടുപിടിക്കണമെന്ന് മാത്രം. ആ ഒരു ഓഡിയോ കേട്ടാൽ മാത്രമേ നമുക്ക് ഓരോന്നും എന്തൊക്കെയാണെന്ന് കാര്യങ്ങളെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള സ്ഥലമുണ്ടോ എന്തായാലും കാണാനായിട്ട്. ജയിലാണെങ്കിലും കാണാനൊക്കെ ഇവിടുന്ന് ഫോട്ടോയിലൊക്കെ എടുക്കുമ്പോൾ അത് പ്രത്യേക ഒരു ലുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോരോ സെല്ലുകളാണ്. ഇതൊക്കെ എല്ലാം ഇങ്ങനെ ഓരോരോ കുഞ്ഞു കുഞ്ഞു റൂമുകളാണ്. എല്ലാം ഒരേപോലെ തന്നെ ഇരിക്കുന്ന റൂമുകളാണ്. പ്രത്യേകിച്ച് അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നുമില്ല. കണ്ടില്ലേ, ചിലതൊക്കെ ഇതേമാതിരി ഇങ്ങനെ ഒരു നല്ല ഇതിലൊക്കെ കിടപ്പുണ്ട്. ചിലത് ആകെ പൊളിഞ്ഞൊക്കെയാണ് കിടക്കണത്. ഇതൊക്കെ ലൈറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണാൻ. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ക്ലോസറ്റൊക്കെ ആണോ കാണുന്നത്. കാരണം വെച്ചാൽ മുമ്പത്തെ നമ്മൾ റൂമിൽ ക്ലോസറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇത് കാലക്രമേണ ഇവരിങ്ങനെ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കണതാണ് ആ കാണുന്നുണ്ടായിരുന്നത്. നമ്മളങ്ങനെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ഇപ്പോൾ ഇവിടെ ഒരു റൂം നമുക്കിപ്പോൾ കാണാൻ സാധിക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആ സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ എക്സസൈസ് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു റൂം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ അത്. അപ്പോൾ അതിങ്ങനെ ഒരു റൂം പോലെ അവരിങ്ങനെ ആക്കി വെച്ചേക്കണതാണ് കാണുന്നത്.
പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ വേറെ ഒരുപാട് സെക്ഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മളിപ്പോൾ ഒരു ഫസ്റ്റത്തെ സെക്ഷനിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് ഫോട്ടോസുകളുണ്ട്, അതായത് കുറ്റവാളികളുടെയൊക്കെ ഫോട്ടോസുകളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എഴുതേ എന്തെങ്കിലും പടങ്ങളൊക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യാം. അങ്ങനത്തെ ഒരു ബോർഡാണ് കേട്ടോ അത്. അപ്പോൾ അതേ കുറ്റവാളികളുടെ പടം കണ്ടില്ല, ഇതിലെല്ലാം ഒന്നും ഇല്ല കേട്ടോ, കുറച്ചൊക്കെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെയാണ് അവിടെ എഴുതി വെച്ചേക്കണത്. അപ്പോൾ അതേ പാത്തോ അതിൽ എന്തൊക്കെയോ വരക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ അതേ അടുത്തൊരു റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഓരോ കുറ്റവാളികളെ കുറിച്ചിട്ടുള്ള ഓരോ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെയാണ് ഇത് കണ്ടത്. റൂം ഇവരിങ്ങനെ വെച്ചിട്ട് ടി വിയിൽ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നമുക്കതൊക്കെ കേൾക്കാം. അവിടെ ആളുകളൊക്കെ ഇരുന്ന് അതൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മൾ പിന്നെ അതിനൊന്നും നിന്നില്ല. അപ്പോൾ അതേ ഇവിടെ ഒരു ബോർഡ് വെച്ചേക്കണുണ്ട്, നമ്മൾ അതൊക്കെ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ വായിച്ച് അതൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം കേട്ടോ, അല്ലാത്തവർക്ക് ഇതൊക്കെ ഭയങ്കര ബോറിംഗ് ആയിട്ടൊക്കെ തോന്നും. നമ്മൾ അങ്ങനെ അതൊക്കെ കണ്ടു. അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേനും അവിടെയും ഇങ്ങനെ ഒരു ടി വിയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളും മിസ്റ്ററി കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതൊക്കെ കേട്ടുകൊണ്ട് കുറേ ആളുകൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ ആയിരിക്കണം ഇങ്ങനെ എല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടിരിപ്പുണ്ട്. നമുക്കൊക്കെ കുറേയൊക്കെ കേൾക്കുമ്പോൾ ബോറിംഗ് ആവും, നമ്മൾ പിന്നെ അതിനൊന്നും നിന്നില്ല. അങ്ങനെ പിന്നെ നമ്മളതൊക്കെ ചുറ്റിക്കറങ്ങി ഇപ്പോൾ നമ്മൾ വീണ്ടും ഒരു ബ്ലോക്കിലേക്ക് പോകാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ കാണുന്നത് ഒരു ടവറാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ് ജയിൽ വാർഡനൊക്കെ നിന്ന് ഫുൾ നിരീക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഇവരുടെ ഈ ബാർബർ ഷോപ്പ് ഭാഗമാണ്, മുടികളൊക്കെ വെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു റൂമാണ്. ഇവർ അതേപോലെ തന്നെ അതിങ്ങനെ വച്ചേക്കണം കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്തൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രെയർ റൂമുകൾ ഉണ്ടായിരുന്നു, ടി വി റൂമുകൾ ഉണ്ടായിരുന്നു, ഹോസ്പിറ്റൽ, ഇവരുടെ കിച്ചൺ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നേ. കാലക്രമേണയാണ് ഇവിടെ പല മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ റൂമുകളൊക്കെയാണ്. അപ്പോൾ ഈ കാണുന്നത് ഇത്തിരിയും കൂടി ഒരു പുരോഗമനമുള്ള സെക്ഷനാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ റൂമുകളൊക്കെ ഇത്തിരി മെനക്കാണ്ടോ കിടക്കുന്നുണ്ടായിരുന്നത്. ഇത് കണ്ടില്ലേ, നമ്മളങ്ങനെ അതിലെ കൂടെയൊക്കെ ഇങ്ങനെ നടക്കണേ. ഇവിടുത്തെ കുറേ അധികം ഒന്നും പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതുമാതിരത്തെ കുറേ സ്ക്രീനുകൾ വെച്ച ടി വി റൂമുകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ഉള്ളവരൊക്കെ എനിക്ക് തോന്നണം ഇങ്ങനെ പിന്നീടായപ്പോഴേ ഒരുമിച്ചൊക്കെ ഇരുത്തി ഇങ്ങനെ ടി വി ഒക്കെ കാണിക്കുമായിരിക്കും, അതായിരിക്കും ആ റൂമുകളൊക്കെ. പിന്നെ ചിലതൊക്കെ എനിക്കറിയില്ല കേട്ടോ, എന്തൊക്കെയോ കുറേ പല പല റൂമുകളാണ് കേട്ടോ, ഓരോന്നിനും ഓരോരോ പേരുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ അതേ മെയിനായിട്ട് വേറൊരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേൽഭാവമൊക്കെ കണ്ടില്ലേ, എന്ത് ഭംഗിയിലാണ് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. ഇതൊക്കെ മരത്തിൻ്റെ കണ്ടോ, നല്ല രസമുണ്ടല്ലേ ആ ഒരു സ്ട്രക്ചറൊക്കെ കാണാനായിട്ട്. കുറേയൊക്കെ ഇവർ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറേയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഞാനൊരു രസകരമായ കാഴ്ച കണ്ടിട്ടുണ്ടായിരുന്നേ, അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ ജയിലുകളിലും ഉണ്ട് കേട്ടോ VIP റൂമുകൾ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, അതേപോലെ അല്ല കേട്ടോ, ഇവിടെ വളരെ വലിയൊരു കുറ്റവാളി, അതും പണക്കാരനായിട്ടുള്ളൊരു കുറ്റവാളി ആ ഫോട്ടോയിൽ കാണുന്നതാണ്. അപ്പോൾ അയാൾ കിടന്ന റൂമാണ് ഇപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ടില്ലേ, എന്ത് ഭംഗിയാണെന്ന് നോക്ക്, അടിപൊളി സെറ്റപ്പ്, ഹോട്ടൽ റൂം പോലെയൊക്കെ ഇരിപ്പുണ്ടല്ലേ. 2 കട്ടിലും മേശ, അയാൾക്ക് എഴുതാനുള്ള കുറേ ബുക്കും കാര്യങ്ങളും ടേബിളും അങ്ങനെയുള്ള ഭയങ്കര അടിപൊളി സെറ്റപ്പിലാണല്ലോ ഈ ഒരു ലക്ഷറി റൂം സെറ്റ് ചെയ്തേക്കണത്. അത് ഇവർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നുണ്ടോ, അയാളുടെ കുറിച്ചിട്ടുള്ള കുറേ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് അങ്ങനെയുള്ള കാര്യങ്ങളും പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്. അത് വായിക്കണവർക്കൊക്കെ ഉണ്ടെങ്കിൽ വായിക്കാം കേട്ടോ. നമ്മൾ പിന്നെ അതൊന്നും വായിച്ച് വെറുതെ സമയം കളയാൻ നിന്നില്ല. നമ്മളങ്ങനെ വീണ്ടും ഇപ്പോൾ അടുത്തൊരു ബ്ലോക്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇത് കണ്ടില്ലേ, പ്രാവുകളൊക്കെ ഇടയിൽ ഇതിൻ്റെ മേൽക്കൂരയൊക്കെ ആകെ ഒരു നശിഞ്ഞ് ആകെ ഒരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. പ്രാവുകളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കണതാണ്. എന്തായാലും നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഈ ഒരു ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു TV റൂമാണ്. അപ്പോൾ എത്രമാത്രം ആളുകൾ ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതൊക്കെ ഈ പണ്ടത്തെ ഓരോരോ ആളുകൾ എങ്ങനെയൊക്കെയാണ്, അതായത് കുറ്റവാളികൾ എങ്ങനെയൊക്കെയാണ് അവർ അനുഭവിച്ച ഓരോ യാതനകളും കാര്യങ്ങളും അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിച്ചല്ലേ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോരോ ബിൽഡിങ്ങുകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് ഇവരിങ്ങനെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത് കാരണം നമ്മളെ പോലുള്ളവർക്കൊക്കെ ഇത് കാണാനും ഇതൊക്കെ അറിയാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇത് വീഡിയോ എടുത്ത് നിങ്ങളിലേക്ക് പകർത്താനും എനിക്ക് സാധിച്ചു. നമ്മളങ്ങനെ പുറത്തിറങ്ങിയതിന് ശേഷം ഒരു ഷോപ്പ് അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മൊത്തം സുവനീറുകളാണ്, സുവനീറുകൾ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഒക്കെ കാണാറുള്ള പോലെ തന്നെ ടീഷർട്ടുകൾ കാര്യങ്ങൾ
അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ അതൊക്കെ വാങ്ങി വീണ്ടും അടുത്തൊരു ബ്ലോക്കിലേക്ക് കടന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് ബ്ലോക്കുകളുണ്ട് കേട്ടോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത എണ്ണമുണ്ട്. അതൊക്കെ എല്ലാം ഇങ്ങനെ നടന്ന് കാണുക എന്ന് പറഞ്ഞാൽ കുറച്ചൊക്കെ ബോറിംഗ് ആണ്, കുറച്ചൊക്കെ നമുക്ക് മടുപ്പും തോന്നും കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ കുറേയൊക്കെ ഇങ്ങനെ കണ്ട് നിർത്തി. ഇത് കണ്ടില്ലേ, ഇതൊരു TV റൂമാണ്. ഞാൻ വീഡിയോ എടുക്കണ കാരണം ഇങ്ങനെ എല്ലാം കയറി ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ പിന്നെ ഇത്രയൊന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ എല്ലാം ഒരേപോലെ തന്നെയാണ് റൂമുകളൊക്കെ ഇരിക്കണത്. പിന്നെ ഏതൊക്കെയാണ് വെറൈറ്റി എന്നുള്ളത് നമ്മൾ നോക്കി കണ്ടുപിടിക്കണം, നമുക്ക് പെട്ടെന്നൊന്നും പിടി കിട്ടൂല. അപ്പോൾ അതേ താഴത്തെ പോലെ തന്നെ സെയിം റൂമുകൾ തന്നെയാണ് കേട്ടോ മേളിലും ഉള്ളത്. അപ്പോൾ മേളിലേക്കൊന്നും നമുക്ക് കടക്കാനേ പറ്റൂല, അത്രയ്ക്ക് ഇങ്ങനെ ആകെ ശോഷിച്ചിരിക്കുകയാണ് റൂമുകളൊക്കെ. ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഭാഗം. നമ്മളങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിയാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ ജയിലിൻ്റെ അകത്ത്. ദൂരെ തിരക്കായിരുന്നെന്ന് പറഞ്ഞാൽ സ്കൂളുകളിൽ നിന്ന് അവിടെ നിന്നൊക്കെ ടൂർ വന്നിട്ടുണ്ടായിരുന്നു ഇത് കാണിക്കാൻ. അങ്ങനെ ഇവിടെയാണ് കേട്ടോ നമ്മളിപ്പോൾ നേരത്തെ വാങ്ങിയ ആ ഒരു ടേപ്പും ഹെഡ്ഫോണൊക്കെ കൊടുക്കേണ്ടത്. അവരത് ഓരോന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് ഇങ്ങനെ മാറ്റി വയ്ക്കണത് നമുക്കിങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. എന്തായാലും നല്ല കാഴ്ചകളായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നിങ്ങളെല്ലാവരും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളപ്പോൾ ഈ ജയിലിൻ്റെ ഓപ്പോസിറ്റ് റോട്ടിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൊത്തത്തിൽ ഞാനിതൊന്ന് വീഡിയോ എടുത്തതാണ്. നമ്മളിനിയിപ്പോൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരുപാട് റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അത് ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാം കേട്ടോ. അതേ ആളുകൾ കണ്ടില്ലേ, എന്ത് തിരക്കാണെന്ന് നോക്ക്. ഈ ഫുട്പാത്തിലൊക്കെ മൊത്തം സീറ്റുകളൊക്കെ ഇട്ടിട്ടേ ആളുകളിരുന്ന് ഫുഡ് കഴിക്കണ കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ എങ്കിലും നമ്മളിപ്പോൾ ഇവിടെയൊന്നും കയറണില്ല കേട്ടോ. ഇവിടെയൊക്കെ ഫുഡുകളൊന്നും നമുക്ക് പറ്റിയ ഫുഡല്ല, അതുകൊണ്ട് നമ്മൾ കയറണില്ല. വീണ്ടും പോകുന്ന വഴിയിലൊക്കെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കൂടുതലും സീ ഫുഡ് റെസ്റ്റോറൻറ്റുകളൊക്കെ ആണോ നമ്മളിവിടെ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്ത് തിരക്കാണെന്ന് അറിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ആളുകളൊക്കെ ഇരുന്ന് നല്ല ഒരു സീറ്റൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം കേട്ടോ. കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോഴാണ്ടോ ഇത് കണ്ടില്ലേ പൂക്കൾ. നമ്മൾ കഴിഞ്ഞ ദിവസം മൗണ്ടൈൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതിലും കാണിച്ച സെയിം പൂക്കൾ തന്നെയാണോ ഇവിടെയും കണ്ടിട്ടുള്ളത്. നമ്മൾ ഈ ഊട്ടിപ്പൂക്കൾ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തെ പൂക്കളാണ് ഇപ്പോൾ എവിടെയും അടുപ്പിച്ച് നമ്മളിപ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ ഈ റോട്ടിലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ, അത് ലക്ഷ്യം വെച്ചാണ് പോണത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലും വേണമെങ്കിൽ നമുക്ക് അകത്തും ഇരിക്കാം പുറത്തും ഇരിക്കാം. പുറത്തിരുന്ന് ആളുകൾ കഴിക്കണതൊക്കെയാണോ ഈ കാണുന്നത്. നമ്മൾ പിന്നെ ഇപ്പോൾ പുറത്തൊന്നും ഇരിക്കണില്ല, അകത്തിരിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നേ. അകത്ത് സീറ്റിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മളിനിയിപ്പോൾ അകത്തേക്ക് കയറണേണ്. അങ്ങനെ അകത്ത് വന്ന് സീറ്റൊക്കെ കിട്ടിയപ്പോൾ നമുക്കിതേ വെൽക്കം ചെയ്തുകൊണ്ട് നമുക്കൊരു കുറച്ച് ബ്രെഡും പിന്നെ അതേ ഒരു സോസും തന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടുത്തെ ഫുഡ് വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ അത്ര നേരം വരെ പിടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അവർ തന്നതാണ്. അവർ നമുക്ക് മാത്രമല്ല ഇവിടെ എല്ലാവർക്കും വരുന്നവർക്ക് അവരത് കൊടുത്താണ് വെൽക്കം ചെയ്യണത്. അപ്പോൾ അത്യാവശ്യം അകത്തും തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ ആളുകൾ കൂടുതലും പുറത്തിരുന്നാണെന്ന് തോന്നുന്നു ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റത്തെ ഡിഷ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ. ഫുള്ള് ചിക്കനും ബീഫും ഒക്കെ ആയിട്ടുള്ള ഡിഷുകളാണ്. ഇത് രണ്ടാമത്തെ ഡിഷാണ് കേട്ടോ. ഇതും ഒരു ചിക്കനും റൈസും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അതിന് ശേഷം നമ്മൾ മൂന്നാമത്തെ ഡിഷും ഇതാണ്. ഇതും ചിക്കനും ബീഫും മട്ടൻ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഡിഷാണ്. വെജിറ്റബിൾ റൈസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇത്രയും ഫുഡുകളാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നേ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇത്രയും തിന്ന് തീർക്കാന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അതിനുശേഷം നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതേ വാതൊക്കെ തന്നെ ഇവിടെ കുറേ മിഠായികളൊക്കെ വെച്ചിട്ടുണ്ട്, നമുക്ക് എന്തോരം വേണമെങ്കിലും എടുക്കാം കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചു. അതിനുശേഷം നമ്മൾ ഇനിയിപ്പോൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഇതേ ആ കാണാണ്ടോ ജയിലിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മൾ കയറിയ റെസ്റ്റോറൻറ്റ്. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ വണ്ടിയും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതേ കണ്ടോ, ഈ ഗ്രൗണ്ടിലാണ് കേട്ടോ നമ്മൾ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇതൊരു പബ്ലിക് പാർക്കിംഗ് ഏരിയ ആണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇനിയിപ്പോൾ പോവുകയാണ്. അപ്പോൾ ഇത് ഫിലഡൽഫിയ ടൗണിനോട് ചേർന്ന് തന്നെ ആയതുകൊണ്ട് ഒരുപാട് ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിച്ചു. എങ്കിൽ പോലും നമ്മൾ ഇനി ടൗണിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പം നേരെ ഒരുപാട് വൈകി, ഇനി അവിടെയൊക്കെ പോയാൽ നേരം പോകുമല്ലോ, അതുകൊണ്ട് പിന്നെ ഇനി ടൗണിലേക്കൊന്നും പോകാൻ നിന്നില്ല. അപ്പോൾ ഫിലഡൽഫിയയിലെ 1-2 വീഡിയോസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ടൂറിസ്റ്റ് പ്ലേസിൽ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കണേ. ഫിലഡൽഫിയയിലുള്ള ടൗണും സിറ്റിയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മളങ്ങനെ പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് നിർത്തിയതാണ്. നല്ലൊരു അടിപൊളി വ്യൂ കണ്ടായിരുന്നേ. അപ്പോൾ വൈകുന്നേരമൊക്കെ ആയ ഒരു ടൈം ആയതുകൊണ്ട്
അവിടെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു. ഒരു അടിപൊളി ലേക്ക് ഇട്ട് ആ ലേക്കിൻ്റെ സൈഡിൽ ഇങ്ങനെ പുൽമേട് പോലെ. അപ്പോൾ അതിൽ വന്നിട്ട് ആളുകളൊക്കെ ഇരുന്ന് ഇങ്ങനെ വർത്താനമൊക്കെ പറയുക, ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചയൊന്നും വീഡിയോയിൽ പകർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളി ലേക്കാണ്. അപ്പോൾ ഈ ലേക്കിനോട് ചേർന്ന് തന്നെ ഒരു വലിയൊരു പാലോട്ടാ, അതിലൂടെ ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് കാണാം. അതുപോലെ സ്പീഡ് ബോട്ടൊക്കെ പോകുന്നുണ്ടായി, സാധാ ഇങ്ങനെ ബോട്ടും അതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകൾ ഇങ്ങനെ അതൊക്കെ എൻജോയ് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ തിരിച്ചു പോകണമല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തിരിച്ചു പോവുകയാണ്. അവിടെ ഒരുപാട് ആളുകളുണ്ടായി, അവരൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇതിലൊക്കെ വീഡിയോയിൽ നോക്കുമ്പോഴൊക്കെ കാണാം കേട്ടോ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന ആളുകൾ ഇരിക്കുന്നതൊക്കെ. അങ്ങനെ ഇനിയിപ്പോൾ ഇത്ര ഒരുപാട് നേരമായില്ല. ഇനിയിപ്പോൾ നമ്മൾ നേരെ അപ്പാർട്ട്മെൻറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ജയിലിലെ ഈ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇങ്ങനത്തെ ജയിൽ ഒരുപാടുണ്ട് കേട്ടോ. ഫിലഡൽഫിയയിൽ മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വന്നെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ വന്നേക്കണവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വരാത്തവരുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇവിടെ വരിക കേട്ടോ. പിന്നെ പുതിയ അമേരിക്കൻ വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.